മഴക്കാലത്ത് കാടുകൾ വെറുതെ നനയുകയല്ല, അത് മറ്റൊരു ലോകമായി മാറുകയാണ് ചെയ്യുന്നത്. പച്ചപ്പിന്റെ 1000 നിറങ്ങൾ പൂക്കുന്ന പ്രകൃതി അതിന്റെ ഏറ്റവും മനോഹരമായ രൂപം കാണിച്ചു തരുന്ന ഒരു ലോകം. മഞ്ഞിൽ മറയുന്ന മലനിരകളും മഞ്ഞുതുള്ളികൾ ഇറ്റുവീഴുന്ന മരങ്ങളും കാടിന്റെ നിശബ്ദതയിലൂടെ ഒഴുകുന്ന ചോലകളും എല്ലാം അടങ്ങുന്ന ഈ ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോയാലോ? പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് നിന്നാണ് നമ്മൾ സൈലന്റ് വാലിയിലേക്ക് പോകുന്നത്. നെൽപ്പാടങ്ങളും കല്ലടിക്കോടൻ മലനിരകളും അതിനു മുകളിലൂടെയുള്ള സൺറൈസ് വിഷ്വലും ഒക്കെ ആയിട്ട് നല്ല ഗംഭീര വിഷ്വലാണ് നമുക്ക് കിട്ടിയത്. കല്ലടിക്കോട് മലനിരകളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിലുള്ള ആനമുളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കാണ്. ഈ ഒരു ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ ഓരോ വളവിലും നമ്മളെയും കാത്തിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ 1000 കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ കൊണ്ട് കയറേണ്ട ചുരം ഏകദേശം 3 മണിക്കൂറിന് മുകളിൽ സമയമെടുത്താണ് ഞങ്ങൾ കയറി തീർത്തത്. പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളുമൊന്നും ഇവിടെ എവിടെയും ഉപേക്ഷിക്കരുതെന്ന് പല സ്ഥലത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ ബോർഡുകളുടെ താഴെയാണ് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വേസ്റ്റ് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. സ്വന്തം വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന പോലെ നാട് സൂക്ഷിക്കാനും എന്നാണോ ഇനി നമ്മൾ പഠിക്കുന്നത്? കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ മെല്ലെ അട്ടപ്പാടി ചുരത്തിലെ ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിന്റിലെത്തി. അട്ടപ്പാടി ചുരം കയറുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും ഈ ഒരു സ്ഥലത്ത് നിർത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ വീക്കെൻഡുകളിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല തിരക്കും ഉണ്ടാവും. സൈലന്റ് വാലി വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതുപോലൊരു പാലം കാണാൻ പറ്റും. ചുരം കയറി വരുമ്പം നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു പാലം ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ബഫർ സോണിലേക്ക് എൻട്രി ചെയ്യണം. മന്തംപൊട്ടി പാലം ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അഗളി പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുനിന്ന് ഒരല്പം കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മുക്കാലി ജംഗ്ഷനിലെത്തും. ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്ക് കിടക്കുന്ന വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ എൻട്രി ഗേറ്റിലേക്ക് എത്താം. സൈലന്റ് വാലി നാഷണൽ പാർക്കിനകത്തേക്ക് പോകാനുള്ള എൻട്രി ടിക്കറ്റ് കിട്ടുന്നത് ഈ കാണുന്ന എൻട്രി പോയിന്റിൽ നിന്നാണ്. രാവിലെ 8 മണിക്ക് തുറക്കുന്ന എൻട്രി പോയിന്റിൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് എൻട്രി ടിക്കറ്റ് കൊടുക്കുന്നത്. ഇവിടെ പിന്നെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല. തലേ ദിവസം ഇവരുടെ നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യണം. നമ്മുടെ പേരും മൊബൈൽ നമ്പറും കൊടുത്താൽ മതി. പിറ്റേ ദിവസം വന്ന് ആ ഡീറ്റെയിൽസ് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് മേടിക്കാം. ഇനി ഇവിടുത്തെ സഫാരി ഡീറ്റെയിൽസ് പറയാം. നമ്മളിപ്പോൾ എടുത്തതുപോലെ ജീപ്പ് സഫാരിയാണ് എടുക്കുന്നതെങ്കിൽ 2 പേർക്ക് 2500 രൂപയോളം വരും. അത് കഴിഞ്ഞ് എക്സ്ട്രാ ഒരാൾക്ക് 200 വെച്ച് കൊടുക്കേണ്ടി വരും. മാക്സിമം 6 പേരെ വരെ ഒരു ജീപ്പിൽ കൊണ്ടുപോകും. അതല്ല നിങ്ങൾക്കിനി ബസ് സഫാരിയാണ് വേണ്ടെങ്കിൽ ഒരാൾക്ക് 650 രൂപയാണ് ബസ് സഫാരിക്ക് ചാർജ് ചെയ്യുന്നത്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് ടൂറിസം അലോ ചെയ്തിരിക്കുന്ന എൻ പോയിന്റ് വരെ എത്താൻ 23 കിലോമീറ്ററാണുള്ളത്. മൊത്തം 46 കിലോമീറ്ററാണ് നമ്മൾ കാട്ടിനകത്തൂടെ ഈ ഒരു യാത്ര നടത്തുന്നത്. ഈ 46 കിലോമീറ്ററിൽ ആദ്യത്തെ 12 കിലോമീറ്റർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പ്ലാന്റേഷനുകളാണ്. കാപ്പിയും കുരുമുളകുമാണ് ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 12 കിലോമീറ്ററിനകത്ത് ഒരുപാട് ട്രൈബൽ വില്ലേജസും ഉണ്ട്. ഈ കാട്ടിനകത്തേക്ക് കയറി കഴിയുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതുപോലത്തെയാണ്.
കടുവയും പുലിയും ആനയും കാട്ടിയൊക്കെ ഉള്ളൊരു കാടാണ് നമ്മുടെ സൈലൻറ്റ് വാലിയിലേതെങ്കിലും ഇതിനൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. പിന്നെ ആകെ കാണാൻ കിട്ടുന്നത് സിംഹവാലൻ കുരങ്ങളെയും കരിങ്കുരങ്ങളെയും മലയണ്ണാനുകളെയാണ്. അതും എപ്പോഴെങ്കിലും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് അനിമൽ സൈറ്റിംഗ് എന്നുള്ളൊരു എയിമുമായിട്ട് ഇങ്ങോട്ടേക്ക് ആരും വരാതിരിക്കുക. ഈ കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോവുക. കൂട്ടത്തിൽ എന്തെങ്കിലും അനിമൽസിനെ കാണാൻ കിട്ടിയെങ്കിൽ അതിനെയും കാണുക. ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി വേണം ഇവിടേക്ക് വരാൻ. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കിനും ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി. ഈ ചാറ്റമഴയത്ത് കാട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ കോർ സോണിലേക്ക് കയറുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇവർ വണ്ടി ഒന്ന് നിർത്തിത്തരും. ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ പൂമ്പാറ്റകളെ കാണാൻ പറ്റും. ഇവിടുന്ന് ഏകദേശം 15-20 മിനിറ്റ് ഇനി നമുക്ക് യാത്രയുള്ളൂ. നമ്മളങ്ങനെ ഫേമസ് ആയിട്ടുള്ള സൈലൻറ്റ് വാലിയുടെ കവാടത്തിന് മുന്നിലെത്തി. ഇവിടുന്ന് ഇനി 1 കിലോമീറ്ററും കൂടെ യാത്രയുള്ളൂ. ചീവീടുകളില്ലാത്തതുകൊണ്ടാണ് ഈ കാടിന് സൈലൻറ്റ് വാലി എന്ന പേര് വന്നതെന്ന് ഒരു വാദമുണ്ട്. പക്ഷേ ഈ കാട്ടിൽ ചീവീടുകളില്ല എന്നല്ല, ചീവീടുകളുണ്ട്. മറ്റേ കാടുകളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് മാത്രം. ഈ കാടിൻ്റെ പഴയ പേര് സൈരന്ധ്രി എന്നായിരുന്നു. ആ പേരിൽ നിന്നാണ് സൈലൻറ്റ് വാലി എന്ന പേര് വന്നതെന്നാണ് മറ്റൊരു വാദം. ഈ കാണുന്ന ഫോറസ്റ്റ് ക്യാമ്പ് ഓഫീസ് വരെ മാത്രമാണ് നമ്മുടെ ട്രെക്കിംഗ് ഉള്ളത്. ക്യാമ്പ് ഓഫീസിന് തൊട്ടടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ കൂടെ വന്ന ജീപ്പ് ഡ്രൈവറുമായിട്ട് വേണം പുന്തിപ്പുഴയുടെ അടുത്തേക്ക് നമുക്ക് ട്രെക്ക് ചെയ്ത് പോകാൻ. ഇനി നമുക്ക് കുറച്ചു നേരം ഈ സൈലൻറ്റ് വാലി കാടിൻ്റെ ഒച്ചയൊക്കെ കേട്ട് കാട്ടിലൂടെ നടന്നാലോ? പെട്ടെന്നാണ് മഴ പെയ്തത്. മഴ നനഞ്ഞുകൊണ്ട് ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കുന്തിപ്പുഴയുടെ അടുത്ത് വരെ എത്തി. നമുക്ക് ഈ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ മേളിൽ നിന്ന് കാഴ്ചകൾ കാണാം. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിനി മെല്ലെ തിരിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കുകയാണ്. നമ്മൾ മുകളിലെത്തുമ്പം ട്രക്കിംഗ് പാത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കഫറ്റേരിയ ഉണ്ട്. ചായയും സ്നാക്സൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. ഫോൺ പേയും ഗൂഗിൾ പേയും ഒന്നും ഇവിടെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് ക്യാഷ് കയ്യിലെടുക്കാൻ മറക്കരുത്. ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് വാച്ച് ടവറിനടുത്തേക്കാണ്. ഈ പോകുന്ന വഴിക്ക് ഒരു ചെറിയ മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ലൈറ്റും മറ്റ് സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് കയറിയില്ല. ആ കാണുന്നതാണ് നമ്മുടെ വാച്ച് ടവർ. 3 തട്ടുകളിലായിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 തട്ടുകളിലും മഴയൊക്കെ പെയ്യുകയാണെങ്കിലും നമുക്ക് സേഫായിട്ട് കയറി നിൽക്കാനുള്ള ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറ്റ് എ ടൈം 12 പേര് ഈ വാച്ച് ടവറിന് മുകളിലേക്ക് കയറാൻ പാടുള്ളൂ. നല്ല കുത്തനുള്ള ലാഡറാണ് വാച്ച് ടവറിൻ്റേത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് പേടിയുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ കയറുക എന്ന് പറയുന്നത് ഒരിച്ചിരി സീനായിരിക്കും. ഈ പടികളെല്ലാം കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കിനും നമ്മളെയും കാത്തിരിക്കുന്നത് ഇതുപോലത്തെ കിഡിലൻ വിഷ്വൽസ് ആണ്.
വാച്ച് ടവറിൽ നിന്ന് ഇറങ്ങി വന്ന് ജീപ്പിലേക്ക് കയറുമ്പോഴത്തേക്കിനും നല്ല മഴയും വന്നു. പിന്നെ ആ മഴയത്തായിരുന്നു തിരിച്ചുള്ള യാത്ര. മഴയത്തുള്ള ഈ ഒരു യാത്ര ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. സഫാരിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും സമയം വൈകുന്നേരം 4:30 കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇന്നത്തെ നമ്മുടെ സ്റ്റേയിലേക്കാണ്. ഇവിടുന്ന് വെറും 4 കിലോമീറ്റർ അകലുള്ള സൈലൻറ്റ് വാലി ഹോം സ്റ്റേയിലാണ് ഇന്ന് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു സ്റ്റേ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ ടീമിന് മാത്രമേ ഇവർ ഈ പ്രോപ്പർട്ടി ഒരു ദിവസം കൊടുക്കാറുള്ളൂ. പ്രൈവറ്റ് പൂളടക്കം 3 റൂമുകളാണ് ഈ ഒരു സ്റ്റേയിലുള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മാസ്റ്റർ റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വേണ്ട എല്ലാ ബേസിക് കമ്മ്യൂണിറ്റീസും ഈ ഒരു റൂമിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റൂമിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന ഈ ഒരു മൗണ്ടൻ വ്യൂ ആണ്. താഴത്തെ 2 റൂമുകളും ചെറിയ റൂമുകളാണ്. ചെറുതാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ റൂമും ബാത്റൂമും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 2 പേർക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യാനായിട്ട് 5000 രൂപയാണ് ഇവർ മേടിക്കുന്നത്. എക്സ്ട്രാ ഒരാൾക്ക് 850 രൂപയും ചാർജ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം വീക്കെൻഡുകളിലാണെങ്കിൽ ഹോൾ പ്രോപ്പർട്ടിക്ക് 6000 രൂപയും എക്സ്ട്രാ ഒരാൾക്ക് 1000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഈ ഒരു പാക്കേജിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഇവിടെ നിന്നുള്ളൊരു ഗൈഡഡ് സൈറ്റ് സീയിങ്ങുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങി. സാധാരണ വരുന്ന ടൂറിസ്റ്റുകൾ പോകാത്ത സ്ഥലങ്ങളിലേക്കാണ് ഇവിടുത്തെ സ്റ്റാഫ് നമ്മളെയും കൊണ്ട് പോകുന്നത്. നമ്മൾ ആദ്യം പോയത് വിൻഡ്മില്ലുകൾ വെച്ച ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ്. അട്ടപ്പാടിയിലെ ഒട്ടുമുക്കാൽ എല്ലാ സ്ഥലങ്ങളും ഈ ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കുറച്ചധികം നേരം അവിടെ നിന്ന് ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയത്. അടുത്തതായിട്ട് ഇവർ നമ്മളെ കൊണ്ടുപോയത് ഒരു ചെക്ക് ഡാമിനടുത്തേക്കായിരുന്നു. ഭവാനി നദിക്ക് കുറുകെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചെക്ക് ഡാമിനടുത്തും ടൂറിസ്റ്റുകൾ വരാത്തതുകൊണ്ട് ഒട്ടും തിരക്കുണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാനും കുളിക്കാനും കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഈ സ്ഥലം. സൈലൻറ്റ് വാലിയിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.